PMC വിഷയത്തിൽ ASF AYF പ്രവർത്തകരുടെ നിയമസഭാ മാർച്ചാണ് ഇപ്പോൾ കാണുന്നത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. നിയമസഭയിലേക്ക് ASFന്റെയും AYFന്റെയും നേതൃത്വത്തിൽ മാർച്ച് നടക്കുകയാണ്. നമുക്കറിയാം LDF കാലത്ത് PMC നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോഴും CPIയുടെ ഭാഗത്തു നിന്നാണ് വലിയ പ്രതിഷേധം ഉണ്ടായത്. ഇപ്പോൾ CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. PMC നടപ്പിലാക്കുന്നതിന് എതിരെ നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ്. ബജറ്റ് സമ്മേളനം നടക്കുന്ന ദിവസങ്ങളാണ്. സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് നിയമസഭയ്ക്ക് മുന്നിൽ ASFന്റെയും AYFന്റെയും നേതൃത്വത്തിൽ. PMC വിഷയത്തിൽ സർക്കാർ മുന്നോട്ടു പോകുമെന്ന സൂചനകൾ നൽകുന്നതിനിടയിലാണ് ഇളവുകൾ തേടി കേന്ദ്രത്തെ സമീപിക്കുക മാത്രമാണ് നടപ്പിലാക്കാനുള്ള നീക്കം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന വിമർശനങ്ങൾക്കിടയിലും സൂചനകൾക്കിടയിലുമാണ് ഇപ്പോൾ CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ടാകുന്നത്. ASFന്റെയും AYFന്റെയും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് വലിയ പ്രതിഷേധമുണ്ടാവുകയാണ്. പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ ശിലാസനൽ, CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ വലിയ പ്രതിഷേധം ഉയർത്തുന്നു. PMC നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. അതെ മാധു, PMC പദ്ധതിക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ CPIയും അനുബന്ധ വിദ്യാർത്ഥി യുവജന സംഘടനകളും പ്രഖ്യാപിച്ചിരുന്നതാണ്. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉപസമിതി അടക്കം തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് ഈ സമരം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ASFും AYFും അടക്കമുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ച് തന്നെയാണ് ഈ സംഘടനകൾ ഇത്തരത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് എന്ന അറിയിപ്പ് നൽകിയത്. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 11:30 തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്ത് നിന്നാണ് ഈ AYFന്റെയും SFന്റെയും മാർച്ചുകൾ ആരംഭിച്ചത്. ഇപ്പോൾ